വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഞാനിപ്പോൾ ഇന്ന് കാലത്ത് തന്നെ KSRTC MD ആയിട്ട് സംസാരിച്ചു. നമ്മുടെ ഓഫീസർമാരവിടെ സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകം FIR ആയി കാണും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും അവരുടെ ഗവൺമെൻറ്റുമായി സംസാരിക്കും. എന്തായാലും ഇങ്ങനെ മുട്ട എറിഞ്ഞു എന്നുള്ളത് ഈ ബസ്സിന് നേരെയല്ല, മറ്റൊരു ബസ്സിന് നേരെ ആണെങ്കിലും മുട്ട എറിഞ്ഞു എന്നുള്ള വിവരമാണ് ഇപ്പം നമുക്ക് മാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ കിട്ടുന്നത്, അല്ലേ? അത് ഞങ്ങളും വളരെ സീരിയസ് ആണ് ആ വിഷയത്തിൽ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ FIR ഇട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. ചർച്ചയല്ല, അതിൻ്റെ അന്വേഷണങ്ങൾ നടത്തും. അതിൻ്റെ വകുപ്പ് തലമല്ല, പോലീസ്. ഞങ്ങളുടെ ബാംഗ്ലൂർ ഇപ്പോൾ 2 പേര് മരിച്ചില്ലേ? ആ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വല്ല ഇടപെടലും ഏറുകളും ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ മരണത്തിന് സമയത്ത് വന്നല്ലോ. ആ സമയത്ത് പറഞ്ഞു 16 മണിക്കൂറിലോളം അദ്ദേഹത്തിന് റെസ്റ്റ് ഉണ്ടായിരുന്നു, മരിച്ച മിഥിലേഷ് എന്ന ചെറുപ്പക്കാരൻ. അത് ഞാൻ അന്ന് വളരെ ക്ലിയർ ചെയ്തു. അല്ല, അത് നമ്മൾ പരിശോധിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഡ്യൂറേഷനിൽ 8 മണിക്കൂറാണ്. 8 മണിക്കൂർ ഡ്യൂറേഷനിൽ ഡ്രൈവർമാരെ കൊണ്ട് വണ്ടി എടുപ്പിക്കാവൂ എന്നും കൂടെ പുതിയ നിർദ്ദേശമായിട്ടും പഴയ നിർദ്ദേശം തന്നെയാണ്, വീണ്ടും അത് കർശനമാക്കും. ഡ്രൈവർ കം കണ്ടക്ടർ എല്ലായിടത്തും പറ്റില്ല. ഉദാഹരണത്തിന് ആ വണ്ടിയിൽ 53 വയസ്സുള്ളൊരു കണ്ടക്ടറാണ്, അവർ ഡ്രൈവറല്ല. അപ്പം എല്ലാ കണ്ടക്ടർമാർക്കും ഡ്രൈവിംഗ് അറിയില്ല. അപ്പം അത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ എടുക്കുമ്പോഴേ സാധിക്കും. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. വാർത്തകൾ വരുന്നുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ. എനിക്കിപ്പോ പറയാൻ പറ്റില്ല. വകുപ്പാണല്ലോ പരാതി കൊടുക്കണേ, നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. പോലീസല്ലേ അന്വേഷിക്കും. കേട്ടില്ല. ഓക്കെ, പ്രിയദർശിനി ബസ്സിൽ ആൾ കൂടുതൽ കയറുന്നുണ്ടോ? ശ്രദ്ധിക്കാം. എന്തോ അപ്പൊ നമ്മൾ ചെയ്ത കാര്യം, ഇപ്പൊ നെല്ലിയാമ്പതിയിൽ ഒരാൾ മരിച്ചു, നെല്ലിയാമ്പതിയിൽ ഒരു വനിത മരിച്ചു. അപ്പൊ ഇന്ന് നെല്ലിയാമ്പതിക്ക് ഒരു വണ്ടി കൂടെ ഇട്ടിരിക്കുകയാണ്. അതിപ്പോ നമ്മുടെ ശ്രീകണ്ഠൻ MP ഇന്നിപ്പോ ഈ സമയത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അത്തരത്തിൽ സ്ഥലങ്ങളിൽ ഡീകൺജസ്റ്റ് ചെയ്യുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ അവിടെ നമ്മളിപ്പോ മാധ്യമങ്ങളിൽ കൂടിയും കൂടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, ക്യൂ പാലിക്കുക. ഇപ്പോൾ ജീവനക്കാർ പറയുന്നൊരു നിർദ്ദേശമാണ് ക്യൂ ആയിട്ട് നിൽക്കുക. ക്യൂ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അത് ഓക്കെ, നമുക്ക് അവസരം പറയാം. അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് പറയാത്തത്. ഇത് മാതൃകാപരമായിട്ട് നമ്മുടെ നിങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള സിറ്റി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി 40 ലക്ഷം രൂപയുടെ ചെക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് കഴിയുന്നത്ര എല്ലാ സഹകരണ സംഘങ്ങളും തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിൽ പ്രത്യേകിച്ചും അതിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതിൻ്റെ സ്ഥാപക പ്രസിഡന്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, CN വിജയകൃഷ്ണൻ, അവർക്കെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ മാതൃക ലാഭകരമായി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ ഒരു വാർത്ത നിങ്ങൾക്ക് തരാനുള്ളത്, MLA മാർക്ക്, MP മാർക്ക് നമുക്ക് പറയാനുള്ള പവറില്ല. MLA മാർക്ക് അവരുടെ MLA ഫണ്ടിൽ നിന്ന് KSRTCക്ക് വണ്ടി വാങ്ങിച്ചു തരാനുള്ള ഉത്തരവ് ഇന്നലെ പാസ്സായി. ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റില്ല. കർണാടകയിൽ നമ്മൾ സംശയങ്ങൾ വന്നു. കർണാടക ആഭ്യന്തരമന്ത്രിയായിട്ടോ അല്ല അവിടുത്തെ അന്വേഷണ സംഘമായിട്ടോ കേരള മിനിസ്റ്റർ ബന്ധപ്പെടുകയും. അതെ, അത് ഞാൻ ക്ലിയർ ചെയ്ത്. അതായത് ഇന്നിപ്പോ KSRTC എന്ന കോർപ്പറേഷൻ ഔദ്യോഗികമായി പരാതി കൊടുത്തു അവിടെ. അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അവിടെ പോലീസ് സ്റ്റേഷനിലല്ലേ കൊടുക്കണ്ടേ?
ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു KSRTC. അപ്പൊ അതിനി അതിന്റെ FIR എടുത്ത് എൻക്വയറി ഒക്കെ പോലീസ് അല്ലേ ചെയ്യണം. ഇത് പറഞ്ഞു അതെ. ഓക്കെ, താങ്ക് യു.